മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ പൊതുജനത്തിനും വലിയ എതിർപ്പുണ്ട്. നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. അവരതിനൊരു തീരുമാനം നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു. അവരത് ചെയ്യുന്നില്ല. വി.ഡി. സതീശനാണാവണമെന്നുള്ള ഒരു ഇതുള്ളത്. വി.ഡി. സതീശനാണല്ലോ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അവർക്ക് ബാക്കിയുള്ളവർക്കെല്ലാം ഓരോ ചുമതലകൾ ഉള്ളതല്ലേ. അടുത്തവണയും അവർക്കൊരു ഇതുണ്ടാവും. ഇവരെ ഈ കൂട്ടാടിയാണ് ഇവരുടെ തോൽവിയുടെ ഒരു മെയിൻ കാരണം. ഗ്രൂപ്പിന്റെ കളിയല്ലേ കളിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടം വി.ഡി. സതീശനാണ്. കഷ്ടപ്പെട്ടവന് കൂലി കിട്ടുക. നമ്മളൊരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇങ്ങനെ പോയാൽ ഇത് അതപ്പതയ്ക്കേ ഉള്ളൂ. ഈ എണ്ണത്തിൽ കൂടുതലാകുമ്പോൾ പിന്നെ അവർക്ക് കടിപിടി കൂടുമല്ലോ. അപ്പോൾ ഇത് ആര് വേണം എന്ന് അവർ 4-5 പേര് കൂടി കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ആരെങ്കിലും ഒരാളിനെ ഈ 5 മുഖ്യമന്ത്രിയോട് ആലോചിച്ചിരിക്കുന്ന 5 പേരും കൂടെ ഒരാളിനെ തെരഞ്ഞെടുക്കണം. അതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പൊ ഇവർ കാണിക്കുന്ന ജനങ്ങളെ വെറും കരുതിയാക്കുന്ന പരിപാടി. ഭരിക്കാനുള്ള അവകാശം അവർക്ക് കിട്ടി. ആ മാൻഡേറ്റ് ജനങ്ങൾ നൽകുകയും ചെയ്തു. യുവമാര് തമ്മിൽ അടികൂറുന്നതിന് എന്തിനും കേരളത്തിലുള്ള ആളുകൾ തന്നെ ആരെങ്കിലും മുഖ്യമന്ത്രിയാവണം. കേരളത്തിൽ രമേശ് ചെന്നിത്തലയാണ് വരുന്നത്. ജനം ഇത്രയും ഇഷ്ടപ്പെട്ട് ഒരു നിലവിലുണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന് എഗൻസ്റ്റായിട്ട് ഒരു വിധി പറഞ്ഞിട്ട് ആ വിധി മാനിക്കാതെ തമ്മിൽ തല്ലി ഇത്രയും ദിവസം നിൽക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് കഴിവില്ലാത്തത് അല്ല, അല്ലാതെ എന്തൊരു പറയാം. ജയിച്ചിട്ട് മുഖ്യമന്ത്രി എടുക്കാൻ വഴിയെങ്കിൽ പിന്നെ എന്താണ് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇവർ കയറുമെന്നാണ്. ഇല്ല, ഇതിനുവേണ്ടി അടിവെക്കുന്നല്ല, അത് അധികാരത്തിന് വേണ്ടി അടിയാണ്. അല്ല, ഭരിക്കാൻ വേണ്ടിയല്ല, നാട് നന്നാക്കാനല്ലോ. മുഖ്യമന്ത്രി വേണം ഉടനെ. അതാണ് കേൾക്കണേ. ഇവര് ജയിക്കാനും മതിയായിരുന്നല്ലോ ജനങ്ങളെ പറ്റി. അപ്പൊ ഈ അധികാര മോഹത്തിന് മാത്രമല്ല ഇവര് കാരണത്. ആരെ ചർച്ച എന്തിനു ചർച്ച. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പാർട്ടിക്കാരനല്ല, എന്നാലും വി.ഡി. സതീശനാവണം. അത് അവനല്ലേ ഇത്രയും കണ്ടു എത്തിച്ചത്. ബാക്കി ആരും ഇല്ലായിരുന്നല്ലോ.